ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് LKG ക്ലാസ്സിന് ഓണം എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലാണ് കേട്ടോ. അപ്പോൾ ഇത്രയും പഠിച്ചാൽ എന്താണ്, മക്കൾക്ക് ഫുൾ മാർക്ക് വാങ്ങാം. അപ്പോൾ പേരൻസ് എന്ത് ചെയ്യുക, ഇതിൻ്റെ പോലുള്ള ഒരുപാട് മോഡൽസ് ചെയ്ത് നോക്കുക. ഇത് അതുപോലെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പ്രിൻ്റ് ഔട്ട് ചെയ്യുക. പ്രിൻ്റ് എടുത്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ മക്കളെ കൊണ്ട് ഒരുപാട് പ്രാവശ്യം ചെയ്യിപ്പിച്ച് നോക്കുക കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി വരാൻ ചാൻസ് ഉള്ളത് എന്താ, മാച്ച് ദ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വിത്ത് ദെയർ കറസ്പോണ്ടിങ് സ്മോൾ ലെറ്റേഴ്സ്. ഒരു ഭാഗത്ത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ടാകും, മറുഭാഗത്തോ സ്മോൾ ലെറ്റേഴ്സ് ഓർഡർ തെറ്റിച്ചിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ എക്ക് ഫസ്റ്റ് ക്യാപിറ്റൽ എ ആണ്. അപ്പോൾ എക്ക് ഏതാണ് ഇപ്പുറത്ത് സ്മോൾ ലെറ്റർ എ എന്നുള്ളത് മക്കൾ കണ്ടുപിടിച്ചിട്ട് നേരെ വരയ്ക്കണം. അതുപോലെ ബിയുടേത് ഏതാണ്, സിയുടെ സ്മോൾ ലെറ്റർ എങ്ങനെ, ഡിയുടേത് എങ്ങനെ, അങ്ങനെ ഓരോന്നും ചേർത്തി വരയ്ക്കലാണ് ഫസ്റ്റ് ആക്ടിവിറ്റി. രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താണ്, റൈറ്റ് ദ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഫ്രം എ ടു എച്ച്. മക്കൾക്ക് ഏത് ലെറ്റർ വരെയാണോ പഠിപ്പിച്ചിട്ടുള്ളത് അതുവരെ ക്യാപിറ്റൽ ലെറ്ററിൽ തുടർച്ചയായിട്ട് എഴുതാനാണ്. അപ്പോൾ അത് മക്കളെ എഴുതിപ്പിച്ച് നോക്കണം. പിന്നെ റൈറ്റ് ദ സ്മോൾ ലെറ്റേഴ്സ് ഫ്രം എ ടു എച്ച്. അതുപോലെ സ്മോൾ ലെറ്റേഴ്സും എ മുതൽ എച്ച് വരെയാണ് പഠിപ്പിച്ചതെങ്കിൽ അതെഴുതണം. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ എങ്ങനെ വരാം, സർക്കിൾ ദ കറക്റ്റ് ലെറ്റർ. നിങ്ങൾ ഏതെങ്കിലും ഒരു ലെറ്റർ പറയുക, മക്കളോട് അത് കറക്റ്റായിട്ട് റൗണ്ട് ചെയ്യാൻ പറയുക, ഒരു വട്ടം വരയ്ക്കാൻ പറയുക. നിങ്ങൾ ബി എന്ന് പറയുമ്പോൾ മക്കൾ സ്മോൾ ലെറ്റർ ബി എന്ന് പറയുമ്പോൾ അത് സ്മോൾ ലെറ്റർ തന്നെ റൗണ്ട് ചെയ്യുന്നുണ്ടോ, അതുപോലെ ക്യാപിറ്റൽ എഫ് പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ എഫ് എന്നെ റൗണ്ട് ചെയ്യുന്നുണ്ടോ, അങ്ങനെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. മക്കൾക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെയ്യിപ്പിച്ച് നോക്കുക. അതുപോലെ സർക്കിൾ ദ കറക്റ്റ് ലെറ്റർ മറ്റൊരു രീതിയിൽ വരാം. നിങ്ങൾക്ക് കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ടാവും. ആ പിക്ചേഴ്സിൻ്റെ ഫസ്റ്റ് ലെറ്റർ അതിന് നേരെയുള്ള ലെറ്റേഴ്സിൽ ഏതാണെന്ന് റൗണ്ട് ചെയ്യണം. ഇവിടെ ഫിഷിൻ്റെത് എഫ്, ആപ്പിളിൻ്റെത് എ, കാറാണെങ്കിലോ സി, എലിഫൻറ്റ് ഇ ആണ്, ഐസ്ക്രീം ഐ ആണ്. അപ്പോൾ ടെക്സ്റ്റിലുള്ള എല്ലാ ചിത്രങ്ങളുടെയും ഫസ്റ്റ് ലെറ്റർ ഏതാണെന്ന് മക്കളോട് ചോദിക്കുക. ഓരോ പിക്ചറും നിങ്ങൾ പറഞ്ഞിട്ട് അല്ലെ കാണിച്ചിട്ട് അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണെന്ന് ചോദിക്കുക. അത് മക്കൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ നോക്കുക. എന്നിട്ട് ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ A4 പേപ്പറിലോ ഏതിലെങ്കിലും എഴുതിയിട്ട് മക്കളോട് നന്നായിട്ട് ചെയ്യിപ്പിക്കുക കേട്ടോ. ഒരു വിധം ചെയ്ത് പഠിച്ചിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ കുറച്ച് പ്രിൻ്റ് എടുത്തിട്ട് മക്കൾ സ്വന്തമൊക്കെ ചെയ്യുന്നുണ്ടോ നോക്കുക. ഇനി ഐഡൻറ്റിഫൈ ദ സെയിം ലെറ്റർ. ഇവിടെ ഒരു ലെറ്റർ തന്നിട്ടുണ്ടാവും, അതിന് നേരെ ഒരുപാട് ലെറ്റേഴ്സ് തന്നിട്ടുണ്ടാവും. അപ്പോൾ തന്ന അതേ ലെറ്റർ തന്നെ അവർ കണ്ടുപിടിച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. റൗണ്ട് ചെയ്യോ ടിക്ക് ചെയ്യോ ചെയ്യണം. എന്താ ടീച്ചർ പറയുന്നത് വെച്ചാൽ അത് ചെയ്യണം. നെക്സ്റ്റ്, ഫൈൻഡ് ദ സർക്കിൾ ദ ലോവർ കേസ് ലെറ്റേഴ്സ്. ഇവിടെ ഓരോ ക്യാപിറ്റൽ ലെറ്റേഴ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ സ്മോൾ ലെറ്റർ ഏതാണെന്ന് നേരെയുള്ള ലെറ്റേഴ്സിൽ നിന്ന് കണ്ടുപിടിച്ച് റൗണ്ട് ചെയ്യണം. അപ്പോൾ എയുടേത് ഡി, എ, ഇ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും എയുടെ സ്മോൾ ലെറ്റർ കണ്ടുപിടിച്ച് റൗണ്ട് ചെയ്യണം. പിന്നെ ഡിയുടെ സ്മോൾ ലെറ്റർ കണ്ടുപിടിച്ച് റൗണ്ട് ചെയ്യണം. ബിയുടേതും കണ്ടുപിടിച്ച് റൗണ്ട് ചെയ്യണം. അപ്പോൾ ഈ ലെറ്റേഴ്സ് മാത്രം പോരാ, ഒരുപാട് ലെറ്റേഴ്സ് വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കാം. നെക്സ്റ്റ്, മാച്ച് ദ കറക്റ്റ് ബിഗിനിങ് ലെറ്റർ. ഇതും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇത് പക്ഷേ മാച്ച് ചെയ്യാനാണ്. ഇവിടെ തന്നിട്ടുണ്ട്, നമ്മൾ കണ്ടുപിടിക്കേണ്ട, തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് എന്താണ്, ആരോയുടേത് എ ആണ് ഫസ്റ്റ് ലെറ്റർ, അപ്പോൾ അതിലേക്ക് യോജിപ്പിക്കാം. പിന്നെ ഫിഷാണ്, അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്, എഫ് ആണ്, അപ്പോൾ എഫിലേക്ക് യോജിപ്പിക്കാം. പിന്നെ കാറ്റിൻ്റെത് സി ആണ്, അപ്പോൾ സിയിലേക്ക് യോജിപ്പിക്കാം. വീണ്ടും ആപ്പിളാണ് വന്നിട്ടുള്ളത്, അപ്പോൾ അതും എ തന്നെയാണ്, അപ്പോൾ എയിലേക്ക് തന്നെ യോജിപ്പിക്കുക. അവിടെ 2 എഫ് ആണ് തന്നിട്ടുള്ളത്, അപ്പോൾ ഒരു അച്ചടി പിശകാണ് കേട്ടോ. ഇനി റൈറ്റ് ദ മിസ്സിംഗ് ലെറ്റേഴ്സ്. ഇവിടെ ലെറ്റേഴ്സ് മിസ്സിംഗ് ആണ്, അപ്പോൾ ഏതാണ്, എ കഴിഞ്ഞിട്ട് ആ ബോക്സിൽ അടുത്തത് ഏതാ വരേണ്ടത്, ബി, സി കഴിഞ്ഞാൽ ഡി, ഡി കഴിഞ്ഞാൽ ഇ, ആ രീതിയിൽ ഇ കഴിഞ്ഞാൽ എഫ് കഴിഞ്ഞാൽ ജി, ആ രീതിയിൽ നേരെ ഓർഡറിൽ മക്കൾ എഴുതാൻ പഠിപ്പിക്കണം. ഓർഡറിൽ എഴുതാൻ പഠിച്ചിട്ട് എന്നെ കാര്യമില്ല, മിസ്സായ ലെറ്റേഴ്സ് അവർക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ബി, ഡി അങ്ങനെ കൊടുത്തിട്ടുണ്ട്, അപ്പം നോക്കണം. അതിൻ്റെ സ്മോൾ ലെറ്റർ നോക്കണം. അപ്പോൾ
ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാലേ മക്കൾക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്? സർക്കിൾ ദ ലെറ്റർ ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ഇൻ ഈച്ച് സെറ്റ്. ഓരോ സെറ്റിലും ഏത് ലെറ്ററാണോ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് അതിന് സർക്കിൾ ചെയ്യണം. ഫസ്റ്റ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് എ ടു എച്ച് ഇവിടെ തന്നിട്ടുണ്ട്. ഒരു ഓർഡറാക്കി തന്നു എന്നുള്ളൂ. അപ്പോൾ അതിൽ എൻ്റെ ആ ഒരു ലൈനിൽ എന്താണ് ബി വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് കൂട്ടത്തിൽ പെടാത്തത് എന്നറിയില്ലേ നമ്മൾ, അതുപോലെയുള്ളത് റൗണ്ട് ചെയ്ത് പഠിപ്പിക്കുക. ഒരുപോലെ അല്ലാത്തത് റൗണ്ട് ചെയ്യുക. അതുപോലെ സ്മോൾ ലെറ്റേഴ്സ് തരാം, പിന്നെ മിക്സഡ് ലെറ്റേഴ്സ് എ കഴിഞ്ഞ് ബി, പിന്നെ സ്മോൾ ലെറ്റർ ക്യാപിറ്റൽ അങ്ങനെയൊക്കെ തരാം. അങ്ങനെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസും കൂടെ കൊടുക്കുക കേട്ടോ ഇതുപോലെ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.